നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിലെ ഹൃദയഭേദകമായ ഒരു സംഭവമാണ് പറയുന്നത്. ആ അമ്മ ഒരുപാട് ദിവസങ്ങളായി മക്കൾക്ക് ആഹാരം നൽകിയിട്ട് കുടിവെള്ളം തീർന്നു പോയതിനാൽ പിന്നെ കിട്ടാത്തത് കൊണ്ട് കയ്യിലുള്ള വെള്ളം തുള്ളി തുള്ളിയായാണ് കുടിക്കുന്നത്. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള അവസ്ഥ. ദൂരെ നിന്ന് ആഹാരവും പേറി ഒരു ട്രക്ക് വരുന്നു. പിന്നെ അവിടെ നടന്നത് ആയുധങ്ങളില്ലാത്തൊരു പൊരിഞ്ഞ യുദ്ധമായിരുന്നു. ഒരു കഷണം റൊട്ടിക്കും കുബൂസിനും വേണ്ടി, ഒരിറ്റ് ദാഹജലത്തിനു വേണ്ടി രക്തബന്ധങ്ങൾ പരസ്പരം പൊരുതുന്നു. ജീവിച്ചിരിക്കുവാൻ വേണ്ടിയുള്ള യുദ്ധം. ഇതിനിടയിൽ ആ അമ്മ മക്കൾക്ക് നൽകാൻ അല്പം ആഹാരത്തിനായി മറ്റുള്ളവരുമായുള്ള പിടിവലിയിൽ ഏറ്റ മുറിവുകളോടെ ആ ട്രക്കിന് അരികിലെത്തി. ഒരു ചെറു പാക്കറ്റ് ബ്രെഡും ഒരു കുപ്പി വെള്ളവും അവർക്ക് ലഭിച്ചു. വിശന്ന് കരഞ്ഞ് വെറും മണ്ണിൽ തളർന്നുറങ്ങുന്ന മക്കൾക്കരികിലേക്ക് ശക്തി സംഭരിച്ചവർ കുതിക്കുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ സൈനികന്റെ യന്ത്രത്തോക്കിൽ നിന്ന് ചീറി വന്ന വെടിയുണ്ടകൾ ആ മാതാവിൻ്റെ ഹൃദയവും തലച്ചോറും തുളച്ച് ആ പാവം സ്ത്രീയെ ചോരപ്പൂക്കളാക്കി ചിതറിച്ചു കളഞ്ഞു. യുദ്ധത്തിൻ്റെ മറ്റൊരു മാതൃ രക്തസാക്ഷി. ഗാസ നഗരത്തിൽ ഭക്ഷണത്തിന് കാത്തുനിന്ന 140 സാധാരണക്കാരാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വെടിയേറ്റ് റോഡിൽ പിടഞ്ഞു വീണ് മരിച്ചത്. 760 പേർക്ക് വെടിവെപ്പിൽ പരിക്കേറ്റു. നമ്മളെപ്പോലെയുള്ള മജ്ജയും മാംസവും രക്തവുമുള്ള പാവം മനുഷ്യരുടെ ഈ ദയനീയമായ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. വിശപ്പകറ്റാൻ മനുഷ്യർ കാലിത്തീറ്റയും പൂഴിമണ്ണും വരെ ഭക്ഷിക്കുന്ന കണ്ടു നിൽക്കാൻ കഴിയാത്ത ദയനീയത. മനുഷ്യർ ചെയ്യുന്ന യുദ്ധങ്ങൾ ഏതു മനുഷ്യർക്ക് വേണ്ടിയാണ്? ഹമാസ് ഭീകരർ, ഇസ്രായേൽ, പാലസ്തീൻ, ഇതിലൊക്കെയുള്ള തെറ്റും ശരിക്കും അപ്പുറം വീടുകൾ നഷ്ടപ്പെട്ട് അസുഖബാധിതരായ അച്ഛനമ്മമാരെ തോളിലേറ്റി ലക്ഷ്യമില്ലാതെ അലയുന്ന പാവം ജനത. ഒപ്പമുള്ള കുട്ടികൾ വിശപ്പും ക്ഷീണവും സഹിക്കവയ്യാതെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആഹാരമില്ല, കുടിവെള്ളമില്ല, മരുന്നില്ല, പഠനമില്ല, സന്തോഷമില്ല, സങ്കടങ്ങൾ മാത്രം. ആഴ്ചകളുടെ, ചിലപ്പോൾ മാസങ്ങളുടെ ഇടവേളകളിൽ ചെറുഭക്ഷണ പൊതികളുമായി അകലെ ഒരു ട്രക്ക് പ്രത്യക്ഷമായാൽ പിന്നെ ഇവർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ്. ഒരു തുണ്ട് ആഹാര കഷ്ണത്തിനായി, ഒരു തുള്ളി വെള്ളത്തിനായി രക്തബന്ധങ്ങൾ പോലും പരസ്പരം അള്ളിക്കീറുന്ന ഭീകരാവസ്ഥ. കയ്യിൽ കിട്ടുന്ന ഭക്ഷണ പൊതിയിൽ നിന്നും ആർത്തിയോടെ ഒരു കഷ്ണം കഴിച്ചു തുടങ്ങുമ്പോഴാണ് സൈനികരുടെ വെടിയേറ്റ് വീഴുന്നത്. ഒരു തുള്ളി വെള്ളം കുടിച്ച് മരിക്കാൻ കഴിയാത്ത യുദ്ധ ദുരന്തം. മനുഷ്യന് ഒരിക്കൽ മാത്രം ഭൂമിയിൽ കിട്ടുന്ന അനുഗ്രഹമാണ് മനുഷ്യജന്മം. പരസ്പരം ഇഷ്ടപ്പെട്ടും സ്നേഹിച്ചും സഹായിച്ചുമൊക്കെ ഏകദൈവ സഹോദരങ്ങളെപ്പോലെ കഴിയുവാൻ പറ്റുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് സ്വപ്നം കാണാം. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.